ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഋഷികേശിൽ നിന്നും ഡെറാഡൂണിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ് കാണിക്കുന്നത്. ഋഷികേശിൽ നിന്ന് ഡെറാഡൂണിലെ സഹസ്രധാര വാട്ടർഫാൾസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 33 കിലോമീറ്ററാണ് ഡെറാഡൂണിലേക്ക് കാണിക്കുന്നത്. ഈ വഴി എന്ന് പറയുന്നത് അത്രയും സീനിക്കായ ഒരു വഴിയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭംഗിയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഡെറാഡൂൺ മസൂറി ഹൈവേയിലേക്ക് കയറി കേട്ടോ. ഇപ്പോൾ ഡെറാഡൂൺ മസൂറി ഹൈവേയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പെർഫെക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ല റോഡാണ്. ഈ സെയിം റോഡ് തന്നെയാണ് ഡെറാഡൂൺ വരെയും. ഇത്രയും വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള റോഡാണ് ആക്ച്വലി ഡെറാഡൂൺ വരെ ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഈ മുഴുവൻ വഴിയും, അതായത് ഋഷികേശിൽ നിന്ന് ഡെറാഡൂൺ വഴിയുള്ള എല്ലാ റോഡും രണ്ട് ഭാഗത്തും അത്രയും ഭംഗിയായിട്ടാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രകൃതി ഭംഗി അങ്ങനെ നിറയെ നിൽക്കുകയാണേ. ഇത് ജോളി ഗ്രാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ഡെറാഡൂണിലത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മുമ്പിൽ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം, SDRF എന്ന് പറഞ്ഞിട്ട്. അത് ഉത്തരാഖണ്ഡ് പോലീസിൻ്റെ ഒരു ഡിവിഷനാണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഇത് ഉത്തരാഖണ്ഡ് പോലീസിൻ്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വിങ് ആണ് SDRF എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഡെറാഡൂൺ സിറ്റി അടുക്കാറായേ. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഡെറാഡൂൺ സിറ്റിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മസൂറി റൂട്ടിലോട്ടാണ് പോകുന്നത്. മസൂറി പോണ വഴിക്കാണ് ഈ പറഞ്ഞ സഹസ്രധാര വാട്ടർഫാൾസ്. അങ്ങനെ ഞങ്ങൾ ആ കാട് വഴിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടൗണിലെത്തി. അപ്പോൾ അവിടെ മഹാറാണ പ്രതാപിൻ്റെ പ്രതിമയുള്ള ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഡെറാഡൂൺ സിറ്റിയും റൈറ്റിലേക്ക് മസൂറി റോഡുമാണ്. അപ്പം ഞങ്ങൾക്ക് മസൂറിയിലേക്കാണ് പോകേണ്ടത്. ഇപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സഹസ്രധാര വാട്ടർഫാൾസ് ആ റൂട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സഹസ്രധാര വാട്ടർഫാൾസിൻ്റെ സൈൻ ബോർഡ് നമുക്ക് കാണാം. ഞങ്ങൾ സഹസ്രധാര വാട്ടർഫാൾസ് ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി രാവിലെ 6 മണിക്ക് ത്രിവേണിഘട്ട് കാണാൻ പോയതാണ്. അപ്പോൾ അവിടുന്ന് ത്രിവേണിഘട്ട് കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തിരിച്ച് മസൂറിയിലേക്ക് വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ വഴി മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നേ. വഴിയിലൊന്നും പക്ഷെ അങ്ങനെ അത്ര നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ സഹസ്രധാര വാട്ടർഫാൾസ് അടുക്കാറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റിവർ വാലി എന്നും പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആക്ച്വലി ആംബിയൻസ് ഒക്കെ നല്ലതായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ആലു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നദി നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റിന് റിവർ വാലി എന്ന് പേര് വന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ആ നദിയുടെ ഭംഗി കണ്ടിട്ട് നദിയിൽ ഇറങ്ങാമെന്നും വിചാരിച്ച് ഒന്ന് നടന്ന് നോക്കിയതാണേ. പക്ഷേ വഴിയൊക്കെ ഇത്തിരി കഷ്ടമായിരുന്നു. അത്ര നല്ല വഴിയൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ അതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് വഴിയൊക്കെ ഉണ്ടാക്കി നദിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനായിരുന്നേ. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഋഷികേശിൽ നിന്ന് ഇവിടെ വരെയുള്ള വഴി മുഴുവൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇത് എസ്പെഷ്യലി ആ നദിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നദീൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തി. അതിന് നിർത്തിക്കോ.
എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ ആ വെള്ളത്തിൽ കളിച്ചിട്ട്. അതെന്ന് വെച്ചാൽ അത്രയും ക്ലീനായ പളുങ്ക് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വെള്ളമായിരുന്നേ. അത്രയും ക്ലീനായിരുന്നു വെള്ളം. നമുക്ക് ആക്ച്വലി അതിനകത്തുനിന്ന് കയറി വരാനേ തോന്നില്ല, അങ്ങനെയൊരു ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഹനിനെ പിടിച്ചു വലിച്ച് എനിക്കോ തിരിച്ച് കയറാമെന്ന് വിചാരിച്ച് തിരിച്ച് പോവുകയാണേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറങ്ങി വന്ന വഴി. അത്രയും നല്ല വഴിയൊന്നും ആയിരുന്നില്ല, എന്നാലും ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോവാണ്. ഇവിടുന്ന് ഇനി വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സഹസ്രധാര വാട്ടർഫാൾസിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വാട്ടർഫാൾസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന വെള്ളം തന്നെ ആയിരിക്കണം, അതിൻ്റെ കൈവഴിയായിട്ട് വരുന്ന നദി തന്നെ ആയിരിക്കണം ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ ചെന്നത് വെറുതെ ആയില്ല, കാരണം അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിപ്പോൾ ഞങ്ങൾ അവിടുന്ന് കയറി ഇനി സഹസ്രധാര വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 കിലോമീറ്റർ മാത്രമാണ് ഇനി സഹസ്രധാര വാട്ടർഫാൾസിലേക്കുള്ള ദൂരം. വഴിയിൽ കണ്ട ഒരു പാലമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഹില്ലി ഏരിയാസിലൊക്കെ ഇങ്ങനത്തെ പാലങ്ങളാണ് നല്ല ഭംഗിയിൽ. ഇതിപ്പോൾ നമ്മൾ സഹസ്രധാര വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ അവിടെ എത്താറാവുമ്പോഴുള്ള ഒരു മെയിൻ കൺസ്ട്രക്ഷനാണിത്. അപ്പോൾ ഈ ഭാഗത്തുള്ള പാലങ്ങളൊക്കെ ഏതാണ്ട് ഇതേമാതിരി തന്നെയാണ്. ആർമീൻ്റെ ബെയിലി ബ്രിഡ്ജ് പോലെയാണ് ഓൾമോസ്റ്റ് എല്ലാ പാലത്തിൻ്റെയും കൺസ്ട്രക്ഷൻ. അങ്ങനെ ഞങ്ങളത് സഹസ്രധാര വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് പാർക്കിംഗ് സ്പേസ് എന്ന്. പാർക്കിംഗ് സ്പേസ് പറഞ്ഞാൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണം, അങ്ങനെ വലിയ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ സഹസ്രധാര വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. ഇവിടെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു സഹസ്രധാര വാട്ടർഫാൾ, സഹസ്രധാര മുഖ്യ പ്രവേശൻ ദ്വാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്ര സമയം വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.